അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ ഗ്രാനൈറ്റ് പാത്രങ്ങൾ ഒരു റിവ്യൂ വീഡിയോ ആണ്. പിന്നെ ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. നിങ്ങൾ കുറേ പേര് ഈ പാത്രങ്ങളെ പറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ അടുത്ത് കുറച്ച് പാത്രങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരുടെ ഡൗട്ട്സ് ഇതിലൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് പെട്ടി അങ്ങോട്ട് പൊളിക്കാം അല്ലേ. ബിസ്മില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും പാത്രങ്ങളാണ് നമ്മൾ ഈ പെട്ടീൻ്റെ ഉള്ളിലുള്ളത്. ഇത് ഫാലിസിൻ്റെ പ്രീമിയം ഗ്രാനൈറ്റ് ഡോവ കാസ്റ്റാണ്. ഇതിൽ 9 പീസിൻ്റെ സെറ്റാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്രൈയിങ് പാൻ ഒന്ന് നോക്കാം. ഈ പാനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ എല്ലാ പാത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഹൈലൈറ്റ് ചെയ്തെടുത്തൊക്കെ പറയേണ്ട കാര്യം, ഇതിലെല്ലാ പാൻസും നല്ല അടി കട്ടിയുള്ള പാത്രങ്ങളാണ്. പിന്നെ ഇത് കണ്ടോ, ഈ ഭാഗം ഈ ഹാൻഡിലും ഈ പാത്രവും ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്. സാധാരണ നമുക്ക് ഈ ഫ്രൈങ് പാൻ്റെ പിടിയൊക്കെ പെട്ടെന്ന് തന്നെ ലൂസായി അത് ജോയിൻ്റൊക്കെ വിട്ടു പോകുന്നൊരു പ്രശ്നം വരാറുണ്ട്. ഇതങ്ങനെ ചൂട് തട്ടിയാലും ഉരുക്കിയിട്ട് ആ സ്ക്രൂ ലൂസാവുന്ന ഒരു പ്രശ്നം വരുമല്ലോ, അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്തോ ഒരു മെറ്റലിൻ്റെ മുകളിലൊരു സിലിക്കോൺ കോട്ടിങ് വന്നിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. ഇനി അടുത്തത് നമുക്കൊരു കാസ്ട്രോൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലും ഇതുപോലെ തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. ഇതല്ലാതെ നമ്മൾ സാധാരണ പാത്രത്തിൻ്റെ പോലെ സ്ക്രൂ ചെയ്തിട്ടുള്ള ടൈപ്പും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതേപോലത്തത് നോക്കി വാങ്ങിയതാണ്. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ നന്നായി തോന്നുന്നത്. ഇത് 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയ കാസ്ട്രോളാണ് കേട്ടോ. നമുക്ക് കായ്പോള, തരിപ്പോള, മുട്ട മറിച്ചത്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സൈസിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല പാനാണ്. പിന്നെ ഇതിന് നല്ലൊരു മൂടിയും ഉണ്ട്. നല്ല ഗ്ലാസിൻ്റെ മൂടിയാണ്. ഈ ഗ്ലാസിൻ്റെ മൂടിക്ക് ചുറ്റും ഈ മെറ്റലിൻ്റെ ഒരു ബോർഡർ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കണം. ഇനി ഇത് 24x11 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പാത്രമാണ്. അതായത് 4.4 ലിറ്ററിൻ്റെ ഒരു കാസ്ട്രോള് വിത്ത് ലിഡാണ്. ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം, പിന്നെ അത്യാവശ്യം നല്ല കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാത്രമാണ്. ഇത് 26x7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പാനാണ്. അത്യാവശ്യം ഉയരം കുറഞ്ഞിട്ടുള്ളൊരു കാസ്ട്രോള്. നമുക്ക് അത്യാവശ്യം കറിയും ഉണ്ടാക്കുക, ഫ്രൈ ചെയ്യണമെങ്കിൽ അതിനും എടുക്കാം. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.3 ലിറ്ററാണ്. നല്ലൊരു മൂടിയും ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഇതിൻ്റെ മൂടി നമുക്ക് നമ്മുടെ ഫ്രൈങ് പാനിന് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ്. ഇനി ഇത് നമുക്കൊരു 1.5 കിലോ വരെയൊക്കെ നല്ല അടിപൊളി ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാത്രമാണ്. 28x12 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അതിൻ്റെ ഒരു സൈസ് വരുന്നത്. പിന്നെ ഒരു 7 ലിറ്ററാണ് ഒരു കപ്പാസിറ്റി വരുന്നത്. നല്ലൊരു മൂടിയും ഉണ്ട് അതിൻ്റെ കൂടെ. നല്ല കനമുള്ള മൂടി ആയതുകൊണ്ട് തന്നെ നല്ല ദമ്മിലിരുന്നോളും. അത്യാവശ്യം കുറച്ച് സമയമൊക്കെ ചൂട് നിന്നോളും. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, അടിയിലേക്ക് വീതി കുറഞ്ഞിട്ടുള്ളൊരു ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാലയൊക്കെ അടിയിലിട്ട് വേവിക്കുമ്പോൾ കുറച്ച് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മസാലയൊക്കെ ഇങ്ങനെ അടിയിൽ തിങ്ങി നിന്നിട്ട് വെന്ത് കിട്ടല്ലോ. ഇനി നിങ്ങൾ ഈ പാത്രത്തിൻ്റെ വെയിറ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്ര കട്ടിയുണ്ടെന്ന്. ഇതിൻ്റെ അടിഭാഗമാണ് കേട്ടോ നല്ല കട്ടിയുള്ളത്. സൈഡൊന്നും അത്ര കട്ടിയില്ല, എന്നാലും അടിഭാഗം നല്ല കട്ടിയുമാണ്, നല്ല വെയിറ്റുമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചൂടുള്ളതൊക്കെ കൂട്ടി പിടിക്കാൻ പറ്റിയിട്ടുള്ള 4 സിലിക്കോണിൻ്റെ ഹാൻഡിൽസ് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഗ്യാസിലും ഇൻഡക്ഷനിലൊക്കെ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റും. ഗ്ലാസ് സെറാമിക് ഹോപ്സ് അങ്ങനത്തേലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഡിഷ് വാഷറിൽ വാഷ് ചെയ്യാമെന്നാണ് പറയുന്നത്. എനിക്ക് ഡിഷ് വാഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ടോപ്പ് കോട്ടിംഗ്, ഡോട്ട് കോട്ടിംഗ്, മിഡിൽ കോട്ടിംഗ്, പ്രൈമറി കോട്ടിംഗ്, അങ്ങനെ പല ഇതുണ്ട്.
ഇനി ഇതാ നമ്മൾ ചട്ടകം കയ്യിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ മരത്തിൻ്റെ തന്നെ യൂസ് ചെയ്യണം, അല്ലാതെ സ്റ്റീലിൻ്റെതോ അലൂമിനിയത്തിൻ്റെ ഒക്കെ യൂസ് ചെയ്താൽ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ വേഗം പണിയായി കിട്ടും. പിന്നെ വാഷ് ചെയ്യുമ്പോഴും നമ്മൾ ആ സ്റ്റീലിൻ്റെ സ്കോച്ചൊന്നും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യരുത്, നല്ല സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം. ഇനി ഇത് PFOA ഫ്രീ കുക്ക് വെയർ ആണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുക്ക് വെയർ ആണ്. PFOAൻ്റെ ഫുൾ ഫോമും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തുർക്കി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതാണ് നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള ആ പാത്രം. ഇത് സിലിക്കോ ഗ്രാനൈറ്റ് ആണ് കേട്ടോ, മറ്റേത് പ്രീമിയം ഗ്രാനൈറ്റ് ആണ്. അതും ഇതുമായിട്ട് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിനേക്കാളും പെട്ടെന്ന് മറ്റേത് ചൂടാവുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ കട്ടിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് ചൂടാവാൻ കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്. ഇത് ഒരു കോട്ടിങ് തന്നെയാണ്, ഗ്രാനൈറ്റ് കോട്ടിംഗ് എന്ന് പറയും. സാധാരണ ടെഫ്ലോൺ കോട്ടിംഗ് ഒക്കെ പോലെ തന്നെ ഒരു കോട്ടിങ് ചെയ്തിട്ടുള്ള പാത്രമാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതിപ്പോൾ ഒരു 3 കൊല്ലത്തോളായി യൂസ് ചെയ്യുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല, കോട്ടിംഗ് ഒന്നും ഇളകി പോയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു കളറ് ഇതുമ്മൽ വരുന്നുണ്ട്, കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 കളറ് കണ്ടിട്ടുണ്ട് ഈ കമ്പനീൻ്റെത് കേട്ടോ. ഇത് ഗ്രേ ഉണ്ട്, പിന്നെ ബ്രൗൺ ഉണ്ട്, ഇപ്പോൾ പേർപ്പിൾ ഉണ്ട്, പിന്നെ ഒരു പിങ്ക് കളറിലും വരുന്നുണ്ട്. പക്ഷേ ലൈറ്റ് കളറൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പിടിച്ചിട്ട് ആ ഒരു കളറായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബിരിയാണീൻ്റെ പാത്രം. ഞാനിപ്പോൾ ഇത് 3 കൊല്ലമായിട്ടോ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റഫ് യൂസ് ചെയ്തിട്ടുള്ള പാത്രമാണ്. കമ്പനി നന്നായിട്ട് കെയർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നല്ല റഫ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മരത്തിൻ്റെ ചട്ടകമൊക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ തന്നെ കുക്ക് ചെയ്യുന്ന ഒരു പാത്രമാണ്. എൻ്റെ അടുപ്പും പിന്നെ ഹിറ്റാച്ചിൻ്റെ അടുപ്പാണ്. അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ചൂടും. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വളഞ്ഞു പോവുകയോ അങ്ങനെ കോട്ടിങ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാനിത് സ്റ്റോർ ചെയ്യുന്നതും വാഷ് ചെയ്യുന്നതും കൊണ്ടാണ് തോന്നുന്നത് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായി. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതവിടെ നിങ്ങൾ കണ്ടോ, ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ആണുള്ളത്. പിന്നെ ഈ എഡ്ജസിൽ ഇങ്ങനെ കോട്ടിങ് പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സ്റ്റോർ ചെയ്യുമ്പോൾ കമഴ്ത്തി വെച്ചിട്ടാണോന്നും അറിയില്ല. ഇങ്ങനത്തെ കോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഹാൻഡിലിൻ്റെ അവിടെ അതേപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കോട്ടിങ് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് കോട്ടിങ് അത്ര കട്ടിയില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ ഈ പുതിയ വാങ്ങിയ പാത്രത്തിൽ അവിടെ അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഇത്രയും ഭാഗം തിക്നെസ് ആണ്. അടിഭാഗത്ത് ആ ഒരു കട്ടി ഉണ്ടല്ലോ, നല്ല തിക്കുള്ള പാത്രമാണ്. അതാണ് ഞാൻ മെയിനായിട്ട് ഈ പാത്രം വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. നല്ല അടി കട്ടിയുള്ള പാത്രമാണ്. പിന്നെ ഞാൻ ഈ 2 സെറ്റും ഖത്തറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതേപോലത്തെ ഗ്രാനൈറ്റ് പാത്രങ്ങൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു കമ്പനീൻ്റെത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. നിങ്ങളെല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.